ഹായ് എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടെക്നിക്കൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഡ്രൈവറിന്റെ ബയോളജിയിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. നമുക്കറിയാം ഡ്രൈവർ കം OA പോലുള്ള എക്സാമുകളുടെ സിലബസ് നമുക്കറിയാം. 50 മാർക്ക് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് റിലേറ്റഡ് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. പിന്നീട് ബാക്കി വരുന്ന 40 മാർക്ക് GK ആണ്. നമ്മുടെ കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി, അല്ലെ, നവോത്ഥാനം, അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ കുറച്ച് GK 40 മാർക്കിനടുത്ത് വരുന്നു. കറണ്ട് അഫയേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് 40 മാർക്ക്. ബാക്കി 10 മാർക്കിനാണ് നമ്മുടെ ബയോളജി അല്ലെങ്കിൽ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. 10 മാർക്കിനുണ്ട്. ഡ്രൈവർ കം OA പോലുള്ള എക്സാമിന് 10 മാർക്കിനാണുള്ളത്. ഡ്രൈവർ കം OA അല്ലെ, അതുപോലുള്ള എക്സാമിന് 10 മാർക്കിനാണ്. അതിന്റെ സിലബസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം 10 മാർക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ട മാർക്കാണ്. വളരെ ഈസി ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് കേട്ടോ. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അതേപോലെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. അതിൽ ഈ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ഏകദേശം ഒരു 3 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം 2 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ജീവിതശൈലി രോഗങ്ങൾ 1 മണിക്കൂർ, 2 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനം, അത് മാത്രം കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനുണ്ട്. ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 10 മുതൽ 11 മണിക്കൂർ കൊണ്ട് ടോട്ടലായിട്ട് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റിയ ടോപ്പിക്കാണ് ഈ പൊതുജനാരോഗ്യം എന്ന് പറയുന്നത്. നമുക്ക് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് 10ൽ മിനിമം ഒരു 8 മാർക്കെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ പഠിച്ചാൽ മാർക്ക് കിട്ടുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ഈ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? നോക്കിക്കൊള്ളുക. അമിത രക്തസമ്മർദ്ദം, അതിറോസ്ക്ലിയറോസിസ്, പക്ഷാഘാതം, കൊറോണറി ത്രോംബോസിസ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പക്ഷാഘാതമാണ്. എന്താണ് പക്ഷാഘാതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മസ്തിഷ്കത്തിലെ ബ്ലഡ് വെസൽസ് അല്ലെ, ബ്ലഡ് വെസൽസ് പൊട്ടി രക്തം പുറത്തേക്ക് പോകുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. ബാക്കി ടേമുകൾ നോക്കിയേ. അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈ BP, നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്, നോർമൽ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് 120/80 mmHg ആണ് നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ആ ബ്ലഡ് പ്രഷർ കൂടുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്താണ് അതിറോസ്ക്ലിയറോസിസ് എന്ന് പറയുന്നത്. എന്താണ് ഈ അതിറോസ്ക്ലിയറോസിസ്? അതായത് നമ്മുടെ രക്തക്കുഴലുകളിലൂടെ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അല്ലെ. നമ്മൾ കൂടുതലായിട്ടും ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ കൊഴുപ്പ് നമ്മുടെ രക്തക്കുഴലിൽ വന്ന് പറ്റിപ്പിടിക്കുകയും അത് രക്തം അതിന്റെ ബ്ലഡ് വെസൽസിന്റെ വ്യാസം കുറയുന്നതിനും ബ്ലഡിന്റെ ഫ്ലോയെ, രക്തത്തിന്റെ ഒഴുക്കിനെ ബാധിക്കുകയും ചെയ്യുന്നു. ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിറോസ്ക്ലിയറോസിസ് എന്ന് മനസ്സിലാക്കുക. എന്താണ് അതിറോസ്ക്ലിയറോസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രേ ഉള്ളൂ. എന്താണ്? ബ്ലഡ് വെസൽസില് ഫാറ്റുകൾ അടിഞ്ഞുകൂടി രക്തത്തിന്റെ ഫ്ലോ തടസ്സപ്പെടുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിറോസ്ക്ലിയറോസിസ് എന്ന് മനസ്സിലാക്കുക. പിന്നീടാണ് കൊറോണറി ത്രോംബോസിസ്. എന്താണ് ഈ കൊറോണറി ധമനികൾ എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന ഒരു രക്തക്കുഴലുണ്ട്. ആ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. ആ കൊറോണറി ആർട്ടറിയിൽ ഇതുപോലെ അതിറോസ്ക്ലിയറോസിസ് സംഭവിക്കുന്നു. കൊഴുപ്പടിഞ്ഞുകൂടി രക്തം തടസ്സപ്പെടുകയും അല്ലെങ്കിൽ രക്തം അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുകയും ചെയ്യുന്നു അല്ലെ. ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊറോണറി ത്രോംബോസിസ് എന്ന് പറയുന്നത്. കൊറോണറി ത്രോംബോസിസ്. ഈ കൊറോണറി ത്രോംബോസിസ് മൂലമാണ് എന്തിന് ഇടയാവുന്നത്? ഹൃദയാഘാതത്തിന് കാരണമാകുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നല്ലൊരു ചോദ്യമാണ്, പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ മസ്തിഷ്കത്തിലെ ബ്ലഡ് വെസൽസുകളുടെ റപ്ചർ ആവുന്നു, പൊട്ടുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേര് പക്ഷാഘാതം എന്നാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് നോക്കാം. അടുത്ത നോക്കിക്കൊള്ളുക. നമുക്കറിയാം നമ്മുടെ രക്തത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ രക്തത്തില് നമ്മുടെ ഫ്ലൂയിഡ്, ബ്ലഡ് ഫ്ലൂയിഡ്സ് RBC ഉണ്ട്, WBC ഉണ്ട്, അതേപോലെ പ്ലേറ്റ്ലെറ്റുകളുണ്ട് അല്ലെ. RBC എന്ന് പറയുന്നത് ചുവന്ന രക്താണുക്കള്, WBC എന്ന് പറയുന്നത് ശ്വേത രക്താണുക്കള്, പ്ലേറ്റ്ലെറ്റുകൾ. ഇതാണ് നമ്മുടെ രക്തത്തിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്.
അതിൽ ഈ WBCs തന്നെ പ്രധാനമായിട്ടും 5 തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? ന്യൂട്രോഫില്ല്, ബേസോഫില്ല്, ഇസ്നോഫില്ല്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. 5 തരം WBCs അല്ലെങ്കിൽ ശ്വേത രക്താണുക്കളുണ്ട്. എന്താണ് ശ്വേത രക്താണുക്കളുടെ ധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗപ്രതിരോധം സാധ്യമാക്കുക എന്നുള്ളതാണ് ശ്വേത രക്താണുക്കളുടെ ധർമ്മം. അപ്പൊ ആ ശ്വേത രക്താണുക്കൾ 5 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഇസ്നോഫിൽ, മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ് എന്നിവയാണ് പ്രധാനപ്പെട്ട WBCs അല്ലെങ്കിൽ ശ്വേത രക്താണുക്കൾ എന്ന് മനസ്സിലാക്കുക. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന 2 പേര്, ഒന്ന് ന്യൂട്രോഫില്ലും അതേപോലെ മോണോസൈറ്റുമാണ്. എന്താണ് അവയുടെ പ്രത്യേകത? ഈ ന്യൂട്രോഫില്ലും മോണോസൈറ്റും രോഗാണുക്കളെ നശിപ്പിക്കുന്നുണ്ട്. എങ്ങനെ നശിപ്പിക്കുന്നത്? ആ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നുണ്ട്, അല്ലെ? രോഗാണുക്കൾ അതിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ രോഗാണുക്കളെ അത് വിഴുങ്ങി നശിപ്പിക്കുന്നു. ആ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. സൈറ്റോസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ എന്താണ് ഫാഗോസൈറ്റോസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ആര്? ന്യൂട്രോഫില്ലും മോണോസൈറ്റും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ആ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂട്രോഫില്ലും മോണോസൈറ്റും അറിയപ്പെടുന്ന പേരാണ് ഫാഗോസൈറ്റുകൾ. എന്താ? ഫാഗോസൈറ്റുകൾ. അപ്പൊ ഫാഗോസൈറ്റുകൾ എന്നറിയപ്പെടുന്ന ആരെല്ലാമാണ്? ന്യൂട്രോഫില്ലും മോണോസൈറ്റുമാണ്. ന്യൂട്രോഫില്ലും മോണോസൈറ്റുമാണ് ഫാഗോസൈറ്റുകൾ എന്നറിയപ്പെടുന്നത്. ഒരു വട്ടം സിവിൽ എക്സൈസ് ഓഫീസർ പോലുള്ള എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്ത ഏരിയയിലേക്ക് പോവാം. നോക്കിക്കൊള്ളുക. കുറച്ച് ടേമുകളാണ്, രോഗവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേമുകൾ. എപ്പിഡമിക്, എൻഡമിക്, പാൻഡമിക്, സുണോസിസ്. ഇപ്പൊ എന്താണ് ഈ എപ്പിഡമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പകർച്ചവ്യാധികൾ, വളരെ പെട്ടെന്ന് പകർന്നു പിടിക്കുന്ന രോഗങ്ങൾ. പത്രത്തില് വളരെ പെട്ടെന്ന് പകർന്നു പിടിക്കുന്ന രോഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പിഡമിക് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം വസൂരി, അതേപോലെ 5-ാം പനി. വസൂരി, 5-ാം പനി എന്നിവ എന്തിന് ഉദാഹരണമാണ്? എപ്പിഡമിക്കിന് ഉദാഹരണമാണ്. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗമാണ് എപ്പിഡമിക് എന്ന് മനസ്സിലാക്കുക. അടുത്തതാണ് എൻഡമിക് എന്ന് പറയുന്നത്. എൻഡമിക് അതായത് ഒരു പ്രദേശത്ത്, ശ്രദ്ധിച്ചു കേട്ടോളുക, ഒരു പ്രദേശത്ത് ഏറെ കാലമായിട്ട് നിലനിൽക്കുന്നതും പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റുവാൻ സാധിക്കാത്തതുമായിട്ടുള്ള രോഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡമിക് രോഗങ്ങൾ. അതിന് ഉദാഹരണം മലേറിയ. എപ്പിഡമിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകർച്ചവ്യാധികൾ, വളരെ പെട്ടെന്ന് പകർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് എപ്പിഡമിക്. എൻഡമിക് ഒരു പ്രദേശത്ത് ഏറെ നാളായിട്ട് നിലനിൽക്കുന്നതും പക്ഷെ അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റുവാനായിട്ട് സാധിക്കില്ല. അത്തരം രോഗങ്ങളെ വിളിക്കുന്ന പേരാണ് മലേറിയ എന്ന് പറയുന്നത്. അടുത്താണ് പാൻഡമിക്. പാൻഡമിക് ഏറ്റവും വലിയ എക്സാമ്പിൾ കൊറോണ തന്നെയാണ്. എന്താണ് പാൻഡമിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ചൈനയിലെ വുഹാനിലാണ് ഈ കൊറോണ ആദ്യമായിട്ട് നമ്മൾ കണ്ടെത്തിയത്. ആ വുഹാനിൽ നിന്ന് അത് മറ്റു പല രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. പത്രത്തില് രാജ്യാന്തര അതിർത്തികൾക്കപ്പുറം വ്യാപിക്കുന്ന രോഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് പാൻഡമിക്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ കൊറോണ. രാജ്യാന്തര അതിർത്തികൾക്കപ്പുറം വ്യാപിക്കുന്ന രോഗങ്ങളെ നമ്മൾ വിളിക്കുന്ന ഒരു പാൻഡമിക്. ഏറ്റവും വലിയ എക്സാമ്പിൾ കൊറോണ. ഇനി അടുത്താണ് സുണോസിസ്. സൂ എന്താണെന്ന് നമുക്കറിയാം, ആനിമൽ, മൃഗശാല. പത്രത്തിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്ന രോഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സുണോസിസ് എന്ന് മനസ്സിലാക്കുക. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്ന രോഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് സുണോസിസ് എന്നാണ് കൂടി മനസ്സിലാക്കുക. അപ്പൊ 4 ടേമുകൾ പഠിക്കുക: എപ്പിഡമിക്, എൻഡമിക്, പാൻഡമിക്, സുണോസിസ്. എപ്പിഡമിക് പകർച്ചവ്യാധികൾ, എൻഡമിക് ഒരു പ്രദേശത്ത് ഏറെ നാളായിട്ട് നിലനിൽക്കുന്നതും പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റാൻ സാധിക്കാത്തതുമായിട്ടുള്ള രോഗം. പാൻഡമിക് രാജ്യാന്തര അതിർത്തികൾക്ക് അപ്പുറം വ്യാപിക്കുന്ന രോഗങ്ങൾ. സുണോസിസ് എന്താണ്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്നു പിടിക്കുന്ന രോഗങ്ങൾ. ഓക്കെ, അടുത്ത സ്ലൈഡ് നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുന്ന സൂക്ഷ്മജീവി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറസുകളാണ്. ഇപ്പൊ എന്താണ് ഈ വൈറസുകൾ? ആ വൈറസുകൾക്ക് ഇത്രേ ഉള്ളൂ, ആകെ ഉള്ളത് ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണ്. ആ ജനറ്റിക് മെറ്റീരിയൽ ഒന്നെങ്കിൽ DNA ആവാം, അല്ലെങ്കിൽ എന്താവാം, അല്ലെങ്കിൽ RNA ആവാം. ജനറ്റിക് മെറ്റീരിയൽ ഒന്നെങ്കിൽ DNA ആവാം, അല്ലെങ്കിൽ RNA ആവാം. അത് DNA ആണ് എങ്കിൽ അത് DNA വൈറസ് ആണ്, RNA ആണ് എങ്കിൽ RNA വൈറസ്. രണ്ടും കൂടെ കാണില്ല. ഒന്നെങ്കിൽ DNA ആയിരിക്കും, അല്ലെങ്കിൽ RNA ആയിരിക്കും. പിന്നീട് ഒരു പ്രോട്ടീൻ കോട്ടും ഉണ്ടാവും. എന്തുണ്ടാവും? ഒരു പ്രോട്ടീൻ ആവരണം ഉണ്ടാവും. അപ്പൊ ഇത്രേ ഉള്ളൂ വൈറസ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു ജനറ്റിക് മെറ്റീരിയലും ഒരു പ്രോട്ടീൻ കോട്ടും. ബാക്കി പറയുന്ന കോശാംഗങ്ങൾ, ഈ മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതുപോലെ കോശാംഗങ്ങളൊന്നും വൈറസിൽ ഉണ്ടാവില്ല. അതേപോലെ വൈറസ് എയറിലൊക്കെ ഇന്നാക്റ്റീവ് ആയിരിക്കും.
നമ്മുടെ മനുഷ്യ ശരീരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്റ്റിൽ പ്രവേശിച്ചാൽ മാത്രമേ ഈ വൈറസ് ആക്റ്റീവ് ആവുകയുള്ളൂ. അതേപോലെ വൈറസ് മൃഗങ്ങളെയും അതേപോലെ സസ്യങ്ങളെയും എന്തിന് ബാക്ടീരിയകളെ പോലും വൈറസ് എന്ത് ചെയ്യും? ബാധിക്കും. അല്ലെ? മൃഗങ്ങളെയും സസ്യങ്ങളെയും ബാക്ടീരിയകളെ പോലും വൈറസ് ബാധിക്കുമെന്ന് മനസ്സിലാക്കി. ഇവിടെ ആതിഥേയ കോശങ്ങളെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് ആര് പെരുകുന്നത്? വൈറസ് പെരുകുന്നതെന്ന് മനസ്സിലാക്കുക. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി വൈറസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു വൈറസുകളെ കുറിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1. പ്രോട്ടീനുകൾക്കുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകൾ ഉൾപ്പെടുന്നു. ശരിയല്ലേ? പറഞ്ഞതാണ്. ഒന്നെങ്കിൽ DNA കാണും അല്ലെങ്കിൽ RNA കാണും. DNA ആണെങ്കിൽ DNA വൈറസ്, RNA ആണെങ്കിൽ RNA വൈറസ്. നെക്സ്റ്റ്, വൈറസുകളിൽ എല്ലാ കോശാംഗങ്ങളും കാണപ്പെടുന്നു. തെറ്റല്ലേ? വൈറസുകളിൽ എല്ലാ കോശാംഗവും ഒന്നും കാണപ്പെടുന്നില്ല. കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് വൈറസുകൾ പെരുകുന്നു. അല്ലേ? ശരിയല്ലേ? നെക്സ്റ്റ്, അടുത്തത്, ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെ വൈറസ് ബാധിക്കുന്നില്ല. ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും വൈറസ് ബാധിക്കുന്നുണ്ട്. ഇവിടെ ബാധിക്കുന്നില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ശരിയായിട്ടുള്ളത് 1ഉം 3ഉമാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രോഗാണുക്കളെ അടിസ്ഥാനമാക്കി രോഗങ്ങളെ തരം തിരിക്കുക. എലിപ്പനി എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ വരുത്തുന്ന രോഗമാണ്. അല്ലെ? ഏത് ബാക്ടീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് എലിപ്പനി. നിപ്പ നമുക്ക് എല്ലാവർക്കും അറിയാം, വൈറസ് പരത്തുന്ന രോഗമാണ് നിപ്പ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അത്ലറ്റീസ് ഫൂട്ട്, അതേപോലെ വട്ടച്ചൊറി, താരൻ തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫംഗസുകളാണ്. എന്താണ്? അത്ലറ്റീസ് ഫൂട്ട്, വട്ടച്ചൊറി, താരൻ തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്നത് ഫംഗസുകളാണ്. മലമ്പനി, ഇത് ഇമ്പോർട്ടന്റ് ആണ്. മലമ്പനി അല്ലെങ്കിൽ മലേറിയ പരത്തുന്നത് പ്രോട്ടോസോവൻസ് ആണ്. പ്രോട്ടോസോവ വരുന്ന രോഗമാണ് മലേറിയ അല്ലെങ്കിൽ മലമ്പനി. എലിപ്പനി ബാക്ടീരിയൽ രോഗമാണ്. നിപ്പ വൈറസ് രോഗമാണ്. അത്ലറ്റീസ് ഫൂട്ട് ഫംഗസ് രോഗമാണ്. മലമ്പനി പ്രോട്ടോസോവ പരത്തുന്ന ഒരു രോഗമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഉൾക്കൊള്ളിച്ചത്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത ഒരു ബാച്ചാണ് നമ്മുടെ ഡ്രൈവർ കോംബോ ബാച്ച്. ഡ്രൈവറിന്റെ ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്. അതിനെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു കോംബോ ബാച്ചാണ് നിങ്ങൾക്ക് നൽകുന്നത്. അല്ലെ? അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ, നിങ്ങൾക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് നൽകുന്നു. പഠിക്കേണ്ട ടോപ്പിക്കുകൾ, മെന്റർഷിപ്പ് ക്ലാസ്സുകൾ, വീക്ക്ലി എക്സാമുകൾ എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ഡ്രൈവർ പോലുള്ള ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാച്ച് ആയിരിക്കും നമ്മുടെ ഏറ്റവും പുതിയ ഡ്രൈവർ കോംബോ റൺവേ ബാച്ച് എന്ന് പറയുന്ന ബാച്ച്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ താഴെ കാണുന്ന നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് സോ മച്ച്.